2018 മോഡൽ ബലേനാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കാണ് വണ്ടി. അപ്പോൾ നമ്മൾ പലർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഇനി അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിലിപ്പോൾ താഴത്തുണ്ടാവുക 2 പെഡലുകളാണ്. അതായത് ആക്സിലേറ്റർ ആയിട്ടുള്ള അതിൻ്റെ പെഡലും ബ്രേക്കിൻ്റെ പെഡലും. തൊട്ടപ്പുറത്തെ ക്ലച്ചിൻ്റെ പെഡലുണ്ടാവില്ല, അത് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ ബ്രേക്ക് അമർത്തി പിടിക്കണം. ഇത് അമർത്തി പിടിച്ചതിന് ശേഷമാണ് ഇതിലിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ഓണാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. അങ്ങനെ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രേക്ക് നമ്മൾ ഈ അമർത്തി പിടിച്ച ബ്രേക്ക് വിടാതെ തന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഗിയർ നോബിൻ്റെ ബാക്കിലായിട്ടൊരു ചെറിയൊരു പ്രസ്സിങ് വരുന്നുണ്ട്. ആ പ്രസ്സിങ് ഇങ്ങോട്ട് നിൽക്കിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിതിൽ ഗിയർ ഇങ്ങനെ ഇതിൽ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിതിൽ പരിചയപ്പെടുത്താൻ പോകണമെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മുൻകാലങ്ങളിൽ മാരുതിയുടെ ഏറ്റവും നല്ല ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള CVT ട്രാൻസ്മിഷൻ, അതായത് CVT ഗിയർ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വണ്ടികളൊക്കെ AMT ആണ്. അപ്പോൾ ഈ CVTയിൽ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ ഈ പാർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ CVTയിലാണ് വരുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ P റിവേഴ്സ്, R റിവേഴ്സ്, N ന്യൂട്രൽ, D ഡ്രൈവ്. ഈ L എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ബലം, അതായത് കുറച്ച് പവർ വേണ്ട സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിനൊരു കുറച്ച് ചളിയായിട്ടുള്ള സ്ഥലങ്ങളിൽ, കുറച്ച് മണ്ണിലൊക്കെ അങ്ങനെ സ്ഥലങ്ങളിൽ പെട്ട് കഴിഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞാൽ അവർ കുത്തനുള്ള കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ വണ്ടി കയറാതെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനാണ് ഈ L. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഗിയർ നോബിൻ്റെ സൈഡിലായിട്ട് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു S എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഈ S എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പോർട്സ് മോഡായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മീറ്ററിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വണ്ടി റിവേഴ്സിലിട്ടു, അത് കഴിഞ്ഞിട്ട് ന്യൂട്രലിട്ടു, അതിനുശേഷം ഡ്രൈവിലിട്ടു. ഈ ഡ്രൈവിൽ ഞാൻ വണ്ടി ഇട്ടിട്ട് ഈ S അമർത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഡ്രൈവിൻ്റെ അപ്പുറത്തായിട്ട് ആ S എന്നുള്ള ബട്ടൺ വന്നു. അപ്പോൾ ഞാൻ അത് വീണ്ടും ഞെക്കി കഴിഞ്ഞപ്പോൾ അത് പോയി. അപ്പോൾ ഈ Sലിട്ടിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ അതൊരു സ്പോർട്സ് മോഡായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് വണ്ടി നമ്മളിപ്പോൾ ഡ്രൈവിലിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പവർ കുറച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. ചെറിയൊരു പവർ വ്യത്യാസം വരുന്നുണ്ട്, അതുപോലെ തന്നെ മൈലേജിലും എന്ത് വരുന്നുണ്ട്, കുറവ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഗിയർ ബോക്സിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഗിയർ ബോക്സ്. ഇപ്പോൾ വരുന്നത് ഈ ഗിയർ ബോക്സ് അല്ല, ഇത് മുന്നത്തെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ടെക്നോളജിയാണ്. അപ്പോൾ ഈ ഗിയർ മാറുമ്പോൾ ഈ ലിവർ അമർത്തിയിട്ടില്ലാന്നെങ്കിൽ വണ്ടിക്ക് കംപ്ലൈൻറ്റുകളും തേയ്മാനങ്ങളും കൂടുന്നതാണ് അതിൻ്റെ ഇത് പറയുന്നത്. അതേപോലെ അടുത്തൊരു സാധനമാണ് എന്ത്, ഈ ഷിഫ്റ്റ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പോൾ വരുന്ന വണ്ടികൾക്കില്ല, മുന്നത്തെ വണ്ടികൾക്കാണ് ഈ സാധനം ഉള്ളത്. അപ്പോൾ ഈ ഷിഫ്റ്റ് ലോക്കിൻ്റെ ഉദ്ദേശം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ വരുന്ന വണ്ടികൾ AMT ആണ്. അപ്പോൾ AMTയിൽ ഇത് ഇല്ല, കാരണം ഈ പാർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനും ഇതൊന്നും കാണാറില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ വണ്ടി എന്തെങ്കിലും കാരണവശാൽ സ്റ്റാർട്ടാവാതെ വണ്ടി കെടുക്കാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് അമർത്തി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗിയർ മാറ്റാൻ പറ്റും. കാരണം നമ്മൾ മാനുവൽ ഗിയർ ആണെങ്കിലാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വണ്ടി ഓഫായാലും നമുക്ക് ക്ലച്ച് അമർത്തിയിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ ഇതിൽ നമുക്ക് അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഷിഫ്റ്റ് ലോക്ക് എന്നുള്ളത് അമർത്തി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗിയർ മാറ്റിയിട്ട് ന്യൂട്രലാക്കിയിട്ട് വണ്ടി തള്ളി നീക്കാനോ മറ്റു കാര്യങ്ങൾക്കോ, ഇപ്പോൾ റോട്ടിലാണ് കിടക്കുന്നത് വെച്ചെങ്കിൽ തള്ളി നീക്കാനോ അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത് വണ്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഏറ്റവും നല്ല ഗിയർ ബോക്സ് ആയിരുന്നു. അത് മാരുതി ഇപ്പോൾ മാറ്റം വരുത്തിയതാണ്. മുന്നത്തെ ഗിയർ ബോക്സ് ആയിരുന്നു നല്ലത്. ഇപ്പോൾ AMTനെക്കാട്ടി ഒന്നുകൂടി നല്ലതാണ് CVT എന്നുള്ളത് ഒരുപാട് ആളുകൾ, ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട നിർത്തലാക്കിയിട്ടുള്ള ഒരു എൻജിനാണ് ഗിയർ ബോക്സ് ആണ് ഈ CVT. പക്ഷെ ഇപ്പോൾ വരുന്ന എർട്ടിയൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷെ മാരുതിയിൽ ബലേനോ എന്ന് പറയുന്ന സെഗ്മെന്റിൽ ഇത് നിർത്തലാക്കി. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് നമ്മുടെ ബലേനോ 2018 ഗിയർ ബോക്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ.